വൻ സെറ്റപ്പുള്ള വീട് വില കുറവിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഫുൾ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക. കാരണം ഇതുപോലെ സെറ്റപ്പിലൊരു വീട് വേറെ കിട്ടാനില്ല. കാരണം ഇവർ യൂറോപ്പിലോട്ട് പോകണേന്. കാരണം ഇവർ യൂറോപ്പിൽ സെറ്റിലാണുള്ളവരാണ്. അവിടെ തന്നെയാണ് ഇവർ. അപ്പോൾ ഇവർ ഇവിടെ 2 പേരേ ഉള്ളൂ. കണ്ട സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ട്. വൻ സെറ്റപ്പിൽ കണ്ട അടിപൊളി സ്വിമ്മിംഗ് പൂൾ. ഏകദേശം 35 അടിയോളം നീളമുള്ള സ്വിമ്മിംഗ് പൂളാണിത്. അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളുള്ള അടിപൊളി ഒരു വീടാണ്. നിങ്ങളിതൊന്ന് മുഴുവൻ കാണട്ടെ. ഇതിൻ്റെ ചുറ്റിനെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും തെങ്ങും മാവും പ്ലാവും അങ്ങനെ സകല സെറ്റപ്പുള്ളൊരു വീടാണ്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റാണ്. കാരണം ഇതുപോലുള്ള വീടൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുതന്നെയാണ്. കണ്ടത് ഇതിൻ്റെ പറമ്പിലൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ 2 എൻട്രി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം കേരളത്തിലെവിടെയും ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റ് ചിലവുകളില്ലാണ്ട് ഇതേ കണ്ട ഇതുപോലുള്ള അടിപൊളി വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത് വൻ സെറ്റപ്പിലുള്ള വീട് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ വീട്. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ എന്തൊക്കെ കൃഷിയാണെന്ന് അറിയുമ്പോൾ ഉള്ളത്. അതായത് ആടിനെ വളർത്താം, മീൻകുളമുണ്ട്. അത് നല്ല കാളാഞ്ചിനാണ് വളർത്തണം. 10,000 കാളാഞ്ചിന് ഇട്ടിട്ടുണ്ട്. അതേ കൂട്ടത്തെ വലിയൊരു കുളമുണ്ട്. പിന്നെ ആട് ഫാമുണ്ട്, ഈ പശുവുണ്ട്. ഇതൊക്കെ വീടിൻ്റെ ബാക്കിൽ അറ്റത്താണ്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. 2 ഏക്കർ 15 സെൻറ്റ് സ്ഥലമുണ്ട്. കണ്ട 2 എൻട്രൻസാണ് ഈ വീടിനുള്ളത്. ഫ്രണ്ടിൽ ഒരെണ്ണം ഇപ്പം നമ്മൾ വന്ന വഴി ഒരെണ്ണം. അപ്പോൾ 2 എണ്ണം ഉണ്ട്. കണ്ട ഇവിടെയാണ്. പിന്നെ വണ്ടിയുടെ പാർക്കിംഗ് ഒന്നും ഞാൻ പറയണ്ടല്ലോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഇഷ്ടം പോലെ ജാതിയുണ്ട്. അതുകൊണ്ട് അതൊക്കെ എന്തിനാണ് ബാംഗ്ലൂർ മൈസൂർ ചാമ്പ അങ്ങനെ എന്തൊരു പേരുള്ള ചാമ്പയാണ്. നല്ല വലിയ ചാമ്പൊക്കെ ഉണ്ടാണ്. കണ്ട ജാതിയൊക്കെ കായ്ച്ചെടുക്കണ്ട. വഴുതന അങ്ങനെ കുറേ പച്ചക്കറി കൃഷി കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. മാവ് പ്ലാവ് തെങ്ങ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ എണ്ണമില്ല. അതുപോലെയാണ് പറമ്പ് കംപ്ലീറ്റ് എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ അതെ ഈ ചൂട് കാലത്ത് നീന്തി കുളിക്കണമെന്നുണ്ടെങ്കിൽ നീന്തി കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ട്. അതും വൻ വിലക്കുറവിലാണ്. അതായത് ഇത്രയും സെറ്റപ്പുള്ളൊരു വീട് ഈ വിലക്ക് കിട്ടൂല. കാരണം അത്രയും സെറ്റപ്പിലാണ് ഇവർ. പിന്നെ ഇവർ പോകണമാണ്. ഇവർക്ക് നോക്കാനൊന്നും പറ്റാത്ത കാരണം ഇവർക്ക് ഈ വിലക്ക് കൊടുത്തിട്ട് പോകണേന്ന്. കാരണം 2 പേരെ ഇവിടെ താമസമുള്ളൂ. അപ്പോൾ 2 പേർക്ക് ഇത്രയും വലിയൊരു സെറ്റപ്പ് ഒന്നും നോക്കി നടത്താൻ പറ്റൂല. ഇതിൻ്റെ ബാക്കിൽ ഇനി പറമ്പിലോട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പുളി നിൽക്കണ്, നാരകം, ചെറുനാരകം, ഓറഞ്ച് അങ്ങനെ എന്ന് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു പറമ്പിൽ. ഇവിടുത്തെ കിണറൊക്കെ കിണറിലെന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് എടുക്കണം. അത് വലിയ കിണറാണ്. അത് സ്ക്വയർ കിണർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതേ കൂടത്തെ സ്ക്വയർ കിണറാണ്. അത് കണ്ണീര് പോലത്തെ വെള്ളം. ഇവിടേക്ക് ഇഷ്ടം പോലെ പരിപാടികളാണ്. ബയോഗ്യാസ് ഉണ്ട്. ആ വീട്ടിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഗ്യാസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും. കണ്ട ഇത് ഇവിടെ നിന്ന് ഒരു ഗേറ്റ് വെച്ച് ഇത് ക്ലോസ് ചെയ്തേക്കണം. കാരണം അപ്പുറത്ത് കൃഷിയും കാര്യങ്ങളെല്ലാം ഉള്ള കാരണം കണ്ട ഇവിടെ ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ പട്ടിനെയൊക്കെ അഴിച്ചിട്ടുണ്ടേ. പട്ടിനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അഴിച്ചിട്ടുണ്ട്. കാരണം ഇതിനൊരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. മീനൊക്കെ വളർത്തണല്ലേ. അപ്പോൾ അപ്പുറത്തൊക്കെ ആരെങ്കിലും മുതലാടിയൊക്കെ ഒന്ന് മീൻ പിടിച്ചുകൊണ്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇത് കണ്ടതേ ഇത് പശുത്തൊഴുത്താണ്. ഇവർ 5 പശുവിനെ കഴിഞ്ഞ ആഴ്ച ഇവർ വിറ്റി. പശു 5 എണ്ണം ഉണ്ടായിരുന്നു, പോത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആടുണ്ട്. ആടിനെയും ഒക്കെ കൊടുത്തതാണ് ഇവർ. കണ്ടോ മാങ്ങയൊക്കെ ഉണ്ടായി കിടക്കണം. ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായി കിടക്കണം. മാവൊക്കെ എത്ര ഉണ്ടെന്ന് എണ്ണം പോലുണ്ട്. ആ നിൽക്കണതൊക്കെ മൂവാണ്ടൻ മാങ്ങാണ്. അതൊക്കെ മൂവാണ്ടൻ മാവെന്ന് പറയുന്നത് ഇതുണ്ട്. മൂവാണ്ടൻ മാങ്ങ ഉണ്ടാക്കി കിടക്കണുണ്ട്. ഇതൊക്കെ വർഷത്തിൽ 3 പ്രാവശ്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ മൂവാണ്ടൻ എന്ന് പേര്. അതുപോലെ തന്നെ മീൻകുളം. ഇതേ മീൻകുളം കാണിച്ചിട്ടുണ്ട്. അതെ പടവക്കുള്ള മീൻകുളമാണ്. ഇതിൻ്റെ അകത്ത് കാളാഞ്ചിനെ ഇട്ടേക്കണം. അതിൻ്റെ തീറ്റയായിട്ട് പിലോപ്പി ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ പെറ്റ് വരികണ ഒരു സിലോപ്പി ഉണ്ട്. അതിനെ ഇട്ടേക്കണം. അപ്പോൾ അതിങ്ങനെ പെറ്റ് വരികയും ചെയ്യും. കാളാഞ്ചിക്ക് ഭക്ഷണവുമായി. ഇത് പിടിക്കാൻ വേണ്ടിയാണ് ഈ കയറ് കെട്ടിയിട്ടേക്കണം. നേരെ ഒരു കയറ് ഇട്ടേക്കണ്ട്. ഇതൊരു വല കൂട്ടത്തൊരു സംഭവമാണ് നേരെ കിടക്കണത്. അപ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ അകത്ത് തീറ്റിയിട്ട് കൊടുത്ത് മീനെ പിടിച്ചെടുക്കുക. അപ്പോൾ കറിക്കുള്ള മീനൊക്കെ ആരെയും വിളിക്കണ്ട, ഒരേ നിന്നെ പിടിച്ച് കറി വെക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇത് വീടിൻ്റെ സൈഡ്. ഇനി നമുക്ക് കിണർ കാണാം. ഇതുണ്ട ഇതിൻ്റെ കിണറിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ. ഉണ്ട് സ്ക്വയർ കിണർ. ഇഷ്ടം പോലെ വെള്ളം. പിന്നെ കണ്ണീര് പോലുള്ള വെള്ളമാണ്. ഇത്രയും വലിയ കിണറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാരണം എല്ലാവരും നല്ല സെറ്റപ്പ് എന്ന് വെച്ചാൽ നല്ല സെറ്റപ്പ്. അത് കൃഷി ആവശ്യത്തിന് എല്ലാത്തിനും വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ കിണറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണത്. കണ്ട ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട താഴത്ത്. നല്ല വലിയ ചക്ക, വരിക്കച്ചക്കയാണ് വരിക്കച്ചക്ക. കണ്ട ജാതി, മാവ് പ്ലാവ് തെങ്ങ് എന്ന് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. അത് നിങ്ങൾക്കിത് ഒരു ഔട്ട് ഹൗസ് ഫാം ഹൗസ് എങ്ങനെ എന്ത് വേണമെങ്കിലുമായിട്ട് ഉപയോഗിക്കാം. കാരണം ഇത് മര്യാദക്കൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വരുമാനവുമാണിത്.
ഇതിനകത്തുള്ള സെറ്റപ്പുകളൊക്കെ കണ്ടോട്ടോ. ഞാനിപ്പോൾ ഈ പറമ്പൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്നുള്ളൂ. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടോ, ഒരു ഇത്രയും ഭാഗം മറ്റേ പച്ച ഷീറ്റ് നെറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്തോ കൃഷി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണെന്നുണ്ട് ഈ മഴയത്തൊക്കെ ചെയ്യണ കൃഷിയാണെന്ന് തോന്നുന്നുണ്ട്. അതിന് വേണ്ടിയാണെന്നുണ്ട് ഇങ്ങനെ ഷീറ്റിട്ട് മൂടണത്. അപ്പോൾ വെള്ളം അങ്ങനെ കുത്തി ഒലിച്ച് വീഴാണ്ടിരിക്കാനുള്ള സെറ്റപ്പിലേ. കണ്ട് ഇനി നമുക്ക് പതുക്കെ ചെന്ന് വീടിൻ്റെ ഫ്രണ്ടും അതിൻ്റെ അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് ഇവർ വില ഒന്നും ചോദിക്കണില്ല. വീട് വെറുതെ കൊടുക്കണതാണ് ഇവർ. സ്ഥലത്തിൻ്റെ വില മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്നാണ് പറയണത്. ഇത് കണ്ട. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് കയറാം. പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻ മന്ത്രി കെ കരുണാകരൻ്റെ നാടാണ്, മാളയിലാണ്. മാള ടൗണിൽ നിന്ന് വെറും 1 കിലോമീറ്ററേ ഉള്ളൂ. തൃശ്ശൂർ ഹൈവേ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ വീട്. അതിൽ അടിപൊളി സെറ്റപ്പിൽ. ഇവിടെയെന്ന് വെച്ചാൽ സ്ഥലത്തിന് ഏകദേശം 4.5 ലക്ഷം രൂപ സെൻറ്റിന് വിലയുണ്ട്. പക്ഷെ ഇവർ അത്ര ഒന്നും ചോദിക്കണില്ല. ഇവർ ഈ 2 ഏക്കർ 15 സെൻറ്റ് മൊത്തമായിട്ട് ഇവർ ചോദിക്കണത് വെറും 8 കോടി രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. സംസാരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറയും. അത് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. ഇതിൻ്റെ അകത്ത് റൂമൊക്കെ കണ്ടോ, ഭയങ്കര വലിപ്പമുള്ള റൂമുകളാണ് എല്ലാവരും. എല്ലാ റൂമും 300-350 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള റൂമുകളാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ ബാത്റൂം എനിക്ക് വേണ്ട 100 സ്ക്വയർ ഫീറ്റ് എടുക്കേണ്ടതുകൊണ്ട് ഒരു ബാത്റൂം അത്രയും വലിപ്പമുണ്ട്. ബാത്റൂമൊക്കെ കണ്ടോ, വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പുള്ള ബാത്റൂമാണ്. ഭയങ്കര വലിപ്പമുള്ള ബാത്റൂമാണ് എല്ലാവരും. താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമാണുള്ളത്. ഒരു ഗസ്റ്റ് റൂമും പിന്നെ 2 അതിനകത്ത് ഇവരാകെ ഒരു റൂമേ ഉപയോഗിക്കുള്ളൂ. കാരണം ഇവർ 2 പേരേ ഉള്ളൂ. 2 പേർക്ക് ഇത്രയും വലിയ വീടും ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കാൻ. കാരണം ഇവർക്കൊക്കെ പ്രായമായി 70 വയസ്സൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇവരിനിയിപ്പോൾ ഇതൊക്കെ എല്ലാം കൊടുത്തിട്ട് മക്കളൊക്കെ യൂറോപ്പിലാണ്. അപ്പോൾ മക്കളുടെ അടുത്തോട്ട് പോകണേന്ന് കണ്ട. ഇതാണ് ഒരു ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞത്. ചെറിയ റൂമാണ്. ഇതൊന്നും ഉപയോഗിക്കാറേ ഇല്ല. കാരണം ആരെങ്കിലും വരുമ്പോൾ അപ്പുറത്തെ റൂമിലാണ് കിടക്കണത്. ഇതിനകത്ത് വെറുതെ കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ വെറുതെ കിടക്കണം. അപ്പോൾ ഈ വീടൊക്കെ ഒന്ന് മര്യാദക്കൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സെറ്റപ്പാണ്. നമുക്കിതിൻ്റെ താഴത്തെ നിലയിലെ 3ാമത്തെ റൂം കാണാനുണ്ട്. കിച്ചൺ കാണാനുണ്ട്. ഉണ്ട് ഡൈനിങ് ഹാള് ഉണ്ട്. ഇതിൻ്റെ ബാത്റൂം ഉണ്ട്. 2ാമത്തെ റൂമിൻ്റെ ബാത്റൂമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിപ്പമാണ്. അത് നല്ല സൗകര്യമുള്ള ടൈപ്പിലാണ് ബാത്റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണം. റൂമിന് അതുപോലെ തന്നെ നല്ല വലിപ്പമാണ്. എല്ലാം AC ആണ്. എല്ലാം അടക്കമാണ്. എല്ലാ സെറ്റപ്പും അടക്കമാണ് ഒരു വീട് വിൽക്കണം. സകല ഫെസിലിറ്റി വേണ്ടെന്നുള്ളതാണ് ഈ വീടിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം. കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കിച്ചണാണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. കിച്ചൺ ഒരു 3 പാർട്ടായിട്ടാണ് കിടക്കണം. ഇതുണ്ട, ഇതൊരു പാർട്ടാണ് ഈ കാണുന്നത്. ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട. അപ്പുറത്തൊരു പാർട്ട് സ്റ്റോറ്, നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ. ഇത് വേറൊരു സെറ്റപ്പ് കണ്ട. ഇവിടം വരെ കണ്ട. ഇവിടെ ഇത്രയും സെറ്റപ്പിൽ ഇതിങ്ങനെ ഒരു സെറ്റപ്പ്. ഇപ്പോൾ 2 പാർട്ടായില്ലേ. ഇനി അപ്പുറത്ത് വേറൊരു പാർട്ടുണ്ട്. ഇത് വേറൊരു പാർട്ട് കണ്ട. അങ്ങനെ കിച്ചണൊക്കെ എല്ലാ സൗകര്യവും ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വൺ സെറ്റപ്പാണ് ഇവിടെ എല്ലാത്തിനും അറേഞ്ച് ചെയ്തേക്കണം. എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർ ഈ യൂറോപ്പിലൊക്കെ ഉണ്ടേ ആ ഒരു സെറ്റപ്പൊക്കെയാണ് ഇവിടെയും കൊണ്ടുവന്നേക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ നമ്മുടെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളെല്ലാം കാണാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയുള്ള റൂം ഇതാണ്. ഇത് മുകളിലത്തെ നിലയാണ് ഈ കാണുന്നത്. ഇത് 2ാമത് എടുത്താണ് ഇവർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാരിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, ഇവിടുത്തെ വേലക്കാരിക്കും സർവൻറ്റിന് വേണ്ടി എടുത്തേക്കണ ഇതാണ്. മുകളിൽ ഒരു 3 റൂം എടുത്തിട്ടുണ്ട് ഇവർ. 3 അല്ല 4 റൂമുണ്ട് ശരിക്കും പറഞ്ഞാൽ മുകളിൽ. ഇതൊരു സ്റ്റോർ റൂമാണ്. കാരണം ഇവരുടെ സാധനങ്ങളൊക്കെ വെച്ചേക്കണ ഒരു സ്റ്റോറേജ് പോലെ യൂസ് ചെയ്യണത്. കണ്ട് ഇതെല്ലാവരും വെൽ സെറ്റപ്പാണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2ാമത്തത് കാണിച്ചു തരാം. അതും ഒരു സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് വെച്ചാൽ ഇത് 2ാമത്തെ റൂമാണ്. കണ്ട് ഇവിടെയും കുറേ സാധനങ്ങളും ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണം. കാരണം ഇതൊന്നും ഉപയോഗിക്കാൻ ആളില്ല. അത് കാരണം അവരൊന്നും ചെയ്യാണ്ടിട്ടേക്കണതാണ്. കാരണം താഴത്ത് പോലും താമസിക്കാനുള്ള ആളില്ല. അപ്പോൾ പിന്നെ മുകളിലും കൂടി റെഡിയാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ ജോലിക്കാരൊക്കെയാണ് ഇവിടുത്തെ. ജോലിക്കാരൊക്കെ താമസിക്കുന്ന ഒരു സെറ്റപ്പാണ്. അവരുടെ റൂമിൻ്റെ സെറ്റപ്പ് തന്നെ കണ്ട. ഇത്രയും വലിയ സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ വല്ല ഫാം ഹൗസ് എന്ത് തരം ഇതിനും പറ്റുന്നൊരു സെറ്റപ്പിലുള്ളതാണ് ഈ വീട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ട മുകളിലത്തെ 3ാമത്തെ റൂമാണ്. ഇതുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ആരും ഇല്ല താമസിക്കാണ്ട്. അപ്പുറത്തോട്ടൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഒന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ.
കാരണം അത് എടുത്തില്ല, കാരണം ഇത്രയും തന്നെ സൗകര്യം തന്നെ കൂടുതലാണ്. കാരണം അപ്പോൾ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ് ഫുൾ ഡീറ്റെയിലും പറഞ്ഞ് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു